ലണ്ടനിലെ ടവർ ബ്രിഡ്ജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അല്പസമയം മുൻപ് വരെ ഇവിടെ യൂറോ കപ്പിന്റെ ഫൈനൽ കാണുന്നതിന് വേണ്ടിയിട്ട് വലിയ ജനാരവം തന്നെ ഉണ്ടായിരുന്നു. ബിഗ് സ്ക്രീനിലായിരുന്നു ഈ ടവർ ബ്രിഡ്ജ് പരിസരത്ത് യൂറോ കപ്പ് പ്രദർശനം നടന്നത്. പക്ഷേ ഇംഗ്ലണ്ട് ആരാധകരുടെ പ്രതീക്ഷയൊക്കെ തന്നെ കൈവിടുന്ന തരത്തിൽ യൂറോ കപ്പ് രണ്ടാം തവണയും യൂറോ കപ്പിന്റെ ഫൈനലിൽ എത്തിയതിനു ശേഷം ഇംഗ്ലണ്ടിന് കപ്പിൽ മുത്തമിടാനായില്ല എന്നുള്ളതാണ്. ഇതുവരെയും യൂറോ കപ്പിൽ മുത്തമിടാൻ ഇംഗ്ലണ്ടിന് സാധിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഈ ടൂർണമെന്റിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച ഇംഗ്ലണ്ടിന് സൗത്ത് ഗേറ്റ് എന്ന കോച്ചിന്റെ പിൻബലത്തിൽ ഇത്തവണ അത് സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിലും മറിച്ചായിരുന്നു സംഭവിച്ചത്. ഒരു മത്സരത്തിൽ പോലും തോൽവി അറിയാതെ വന്ന സ്പെയിനിനോട് കീഴടങ്ങേണ്ട ഒരു അവസ്ഥ, 2-1 എന്ന് പറയുന്ന ഒരു ഗോൾ നിലയിൽ കീഴടങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇംഗ്ലണ്ടിനുണ്ടായി. സത്യത്തിൽ അതോടുകൂടി ഇവിടെയൊക്കെ തന്നെ ഈ വലിയ തോതിൽ ഈ ടവർ ബ്രിഡ്ജ് പരിസരത്തൊക്കെ തന്നെ തമ്പടിച്ചിരുന്ന ഇന്ന് ലണ്ടൻ രാവിനെ ആഘോഷമാക്കാൻ തയ്യാറെടുത്തിരുന്ന ആരാധകർക്ക് നിരാശയേക്കൊണ്ടുള്ള ഒരു മത്സരഫലം വന്നതോടുകൂടി ആളൊഴിഞ്ഞ ഒരു പൂരപ്പറമ്പിന്റെ അവസ്ഥയിലേക്കായിരുന്നു ഈ ടവർ ബ്രിഡ്ജും പരിസരവും. നമ്മളിപ്പോൾ കാണുന്നത് ആളുകളൊക്കെ തന്നെ തിരിച്ചു പോകുന്നു. വളരെ നിരാശയിൽ തന്നെയാണ്. കാരണം ഇവിടുത്തെ പബ്ബുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ തന്നെ തുറന്നിരിക്കുകയായിരുന്നു. വലിയ ആഘോഷം, വെളുപ്പിന് വരെ നീളുന്ന ഒരു ആഘോഷമൊക്കെ ഉണ്ടാകും എന്ന് കരുതിയിരുന്നു. പക്ഷേ ഫലം മറിച്ചായിരുന്നു. ഒരുപക്ഷെ ഇംഗ്ലണ്ടാണ് ഈ യൂറോ കപ്പ് നേടിയിരുന്നത് എങ്കിൽ വലിയ ആഘോഷങ്ങൾക്ക് ഇവിടെ സാക്ഷിയാകുമായിരുന്നു. തിങ്കളാഴ്ച ഇംഗ്ലണ്ടിന് പൊതു അവധി വരെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. കാരണം ഇംഗ്ലണ്ടിനെ നെഞ്ചേറ്റുന്ന ഒരു ജനത, ഫുട്ബോളിന്റെ ഈറ്റില്ലമായ ഇവിടെ ഇതുവരെയും ഒരു യൂറോ കപ്പ് കൊണ്ടുവരാൻ സാധിച്ചില്ല. 1966 ഒരു വേൾഡ് കപ്പ് കിട്ടിയത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് വലിയ നേട്ടങ്ങളൊന്നും തന്നെ ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന് സാധിച്ചിരുന്നില്ല എന്നിടത്ത് നിന്നാണ് ഇന്നിപ്പോൾ ഈ ഒരു യൂറോ കപ്പിന്റെ ഫൈനലിൽ എത്തിയതിനു ശേഷം ആ ഒരു കപ്പ് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആരാധകരെത്തിയത്. ഏതായാലും ടവർ ബ്രിഡ്ജ്, ലണ്ടൻ നഗരം ഇന്ന് ആവേശത്തിലാഴ്ത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ ആരാധകരൊക്കെ തന്നെ വളരെ നിരാശയായി പോകുന്ന കാഴ്ചയാണ് ടവർ ബ്രിഡ്ജ് പരിസരത്ത് നിന്നും നമുക്ക് പകർത്താൻ സാധിക്കുന്നത്.